Hello everyone, welcome to iPlus Training Solutions. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നെറ്റ് ഫിലോസഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസിങ് ദാറ്റ് മേക്കപ്പ് സാധന ചതുഷ്ടയ. അപ്പോൾ സാധന ചതുഷ്ടയുടെ കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഹ മുദ്രാർത്ഥ ഭോഗവിരാഗ, സെക്കൻഡ് വൺ മുമുക്ഷുത്വം, തേർഡ് വൺ സമധമാദി സാധന സമ്പത്ത്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നിത്യാനിത്യ വസ്തുവിവേക. അപ്പോൾ സാധന ചതുഷ്ടയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിതിനെ കറക്റ്റ് ഓർഡറിലേക്ക് ആക്കാൻ പറ്റൂ. അപ്പോൾ സാധന ചതുഷ്ടയ എന്ന് പറയുന്നത് അദ്വൈത വേദാന്തയിൽ തന്നെ ഒരു സീക്കർ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ലിബറേഷന് വേണ്ടിയിട്ട് നേടിയെടുക്കേണ്ട ഒരു 4 എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസിനാണ് നമ്മൾ ഈ സാധന ചതുഷ്ടയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഓപ്ഷൻ വൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഇഹ മുദ്രാർത്ഥ ഭോഗവിരാഗ. അവിടെ ആ ഒരു വിരാഗ എന്ന് പറയുന്ന കീ ടേം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് ഡിറ്റാച്ച്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വേൾഡ്ലി പ്ലഷേഴ്സ് അല്ലെങ്കിൽ ഇതിന് അപ്പുറമായിട്ടുള്ള ഹെവൻലി പ്ലഷേഴ്സ്, ഇതിൽ നിന്ന് എല്ലാത്തിലും, അതായത് എന്താ പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് ഓഫ് എൻജോയ്മെന്റിൽ നിന്നുള്ള നമുക്ക് ഡിറ്റാച്ച്മെന്റ്, നമ്മൾ വിട്ടുമാറി നിൽക്കുന്നതിനെയാണ് ഈ ഒരു ഇഹ മുദ്രാർത്ഥ ഭോഗവിരാഗ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മുമുക്ഷുത്വം, അത് ലിബറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സമധമാദി സാധന സമ്പത്ത്, അത് ലിബറേഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിനെയാണ്, ഒരു 6 ഫോൾഡ് വെർച്യൂസിനെയാണ് ഈ ഒരു ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നിത്യാനിത്യ വസ്തുവിവേക. അവിടെ വന്നിട്ട് എറ്റേണലും അതുപോലെ തന്നെ നോൺ എറ്റേണലുമായിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടത്തെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് DACB എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എറ്റേണലും അതുപോലെ തന്നെ നോൺ എറ്റേണലുമായിട്ടുള്ള വസ്തുക്കളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മളിൽ വേണം. വിവേകയാണ് ഫസ്റ്റ് നമ്മൾ കൈവരിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഏതാണ്, ഇഹ മുദ്രാർത്ഥ ഭോഗവിരാഗ, ആ ഒരു ഡിറ്റാച്ച്മെന്റ്, നമ്മൾ വേൾഡ്ലി പ്ലഷേഴ്സിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് വേണം എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ലിബറേഷന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പ്, സമധമാദി സാധന സമ്പത്ത്, അത് 6 ഫോൾഡ് വെർച്യൂസിനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് മുമുക്ഷുത്വം, ലിബറേഷൻ. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. സാധന ചതുഷ്ടയ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് വേദാന്തയിൽ സൂചിപ്പിക്കുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആണ്. 4 കമ്പോണൻസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച്മെന്റ്, അത് വേൾഡ്ലി പ്ലഷേഴ്സും ആകാം ഹെവൻലി റിലംസിലെ ആകാം, അതിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 6 ഫോൾഡ് വെർച്യൂസിനെയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന സമ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഉണ്ടാവേണ്ട കൺട്രോൾ, നമ്മളിൽ ഉണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദമയാണ്. അത് വന്നിട്ട് എക്സ്റ്റേണൽ സെൻസസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതാണ് ദമ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്ന ഉപാരതി, അതായത് വേൾഡ്ലി ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണോ നമ്മളിൽ മറ്റു ചിന്തകൾ വരുന്നത്, അതിൽ നിന്നൊക്കെ ഉള്ളൊരു സീസേഷൻ ആണ് ഉപാരതി എന്ന് പറയുന്നത്. തിതിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഡിഫിക്കൽട്ടീസ് വന്നാലും അതിനെ തരണം ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു മനഃശക്തിയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഗുരുവിനെയും അതുപോലെ തന്നെ ടീച്ചിങ്സിലും ഉള്ള ഫെയ്ത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്ന സമാധാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ മെന്റൽ കോൺസെൻട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മുമുക്ഷുത്വം. അവിടെ വന്നിട്ട് എന്താണ്, ബർത്ത് ഡെത്ത് പോലെയുള്ള ഈ ഒരു സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ലിബറേഷൻ, ആ ഒരു ഇന്റൻസ് ആയിട്ടുള്ള നമുക്ക് ലിബറേഷൻ വേണം എന്നുള്ള ഒരു എയിമിനെയാണ് മുമുക്ഷുത്വം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷന്റെ ആൻസർ എന്ന് പറയുന്നത് DACB എന്നുള്ളതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ വന്നിട്ട് ദി പ്രയോജന ഓഫ് ഓൾ ആക്ട്സ് അക്കോർഡിംഗ് ടു ന്യായ സ്കൂളേഴ്സ്, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രയോജന എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ പ്രവൃത്തി നിവൃത്തി, സുഖപ്രാപ്തി ആൻഡ് ദുഃഖ പരിഹാർ, ആവാരണ ആൻഡ് വിക്ഷേപ, രാഗ ആൻഡ് ദ്വേഷ.
അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സുഖപ്രാപ്തി ആൻഡ് ദുഃഖപരിഹാർ എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കാവുന്നതാണ്. സുഖപ്രാപ്തി ആൻഡ് ദുഃഖപരിഹാറാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രവൃത്തി ആൻഡ് നിവൃത്തിയാണ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ആക്ഷനിലുള്ള എൻഗേജ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. നിവൃത്തി എന്ന് പറയുമ്പോൾ ആ ആക്ഷനിൽ നിന്ന് ഉള്ള വിഡ്രോവലിനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ന്യായയുടെ ഒരു അൾട്ടിമേറ്റ് പർപ്പസിനെ അല്ല കാണിക്കുന്നത്, ഒരു ബിഹേവിയറിന്റെ മോഡ്സിനെയാണ് കാണിക്കുന്നത്. ഒരു ആക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ആക്ഷനിൽ നിന്ന് നമ്മൾ എങ്ങനെ വിട്ടുമാറി നിൽക്കുന്നു, അതാണ് പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സുഖപ്രാപ്തി ആൻഡ് ദുഃഖപരിഹാരമായിരുന്നു. സുഖപ്രാപ്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്ലഷർ അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹാപ്പിനെസ് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. അതുപോലെ ദുഃഖപരിഹാരം എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് പെയിനിനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ദുഃഖപരിഹാറിൽ വരുന്നത്. അത് പേര് കേട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സുഖപ്രാപ്തി എന്ന് പറയുമ്പോൾ പ്ലഷറിനെ അറ്റൈൻ ചെയ്യുക, ദുഃഖപരിഹാരം എന്ന് പറയുമ്പോൾ പെയിനിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ന്യായയുടെ ട്രൂ പ്രയോജനം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആവാരണ ആൻഡ് വിക്ഷേപ ആയിരുന്നു. അത് ന്യായ തിയറിയിൽ വരുന്നതല്ല, പകരം അദ്വൈത വേദാന്തയിൽ തന്നെ മായ തിയറിയിൽ നമ്മൾ കാണുന്ന ഒന്നാണ് അവാരണ ആൻഡ് വിക്ഷേപ എന്ന് പറയുന്നത്. അവാരണ എന്ന് പറയുമ്പോൾ ഇഗ്നോറൻസിന്റെ വെയിലിനെയാണ് സൂചിപ്പിക്കുന്നത്. വിക്ഷേപ എന്ന് പറയുമ്പോൾ നമ്മൾ മിസ്പെർസെപ്ഷനെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റോപ്പ് ആൻഡ് സ്നേക്കിന്റെ എക്സാമ്പിൾ, നമ്മൾ റോപ്പിനെ റോപ്പായിട്ട് കാണാൻ പറ്റാത്തത്, അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു രീതിയിൽ കാണാൻ പറ്റാത്തത് അവാരണയും, അതുപോലെ തന്നെ റോപ്പിനെ നമ്മൾ സ്നേക്ക് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നതിന് വിക്ഷേപ, അതിനെ മിസ്പെർസെപ്ഷൻ എന്ന് നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് രാഗാദ്വേഷ ആയിരുന്നു. അവിടെ വന്നിട്ട് ന്യായ തിയറിയിലെ അല്ല, യോഗ ഫിലോസഫിയിലെ തന്നെ ബോണ്ടേജിന്റെ കോസസിനെയാണ് രാഗാദ്വേഷ എന്ന് പറയുന്നത്. രാഗ എന്ന് പറയുമ്പോൾ അറ്റാച്ച്മെന്റിനെയും ദ്വേഷ എന്ന് പറയുമ്പോൾ ഹേട്രഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സെക്കൻഡ് ഓപ്ഷന്റെ ആൻസർ എന്ന് പറയുന്നത് സുഖപ്രാപ്തി ആൻഡ് ദുഃഖപരിഹാർ എന്നുള്ളതാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോ ലിസ്റ്റ് 1 വന്നിട്ട് ഫിലോസഫേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 വന്നിട്ട് അവരുടെ കീ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസിനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ലൈബനീസ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ലൈബനീസിനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റ് 2 ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കാൽക്കുലസ് ആണ്. അതായത് യൂണിവേഴ്സൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം റീസണിങ്ങിന് ഒരു സിംബോളിക് ആയിട്ടുള്ള ലാംഗ്വേജ് കൊണ്ടുവരണം, എല്ലാ കാര്യത്തിലും ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു തിയറി ആയിരുന്നു യൂണിവേഴ്സൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ A4 ആണ്. ഇനി ഗോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പരിചയമുള്ള ഒരു ഫിലോസഫർ അല്ല. അപ്പൊ ഗോഡൽ എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റിക്കൽ ലൊജീഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ് എന്ന് പറയുന്ന തിയറിയിലാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, ട്രൂ ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോ എല്ലായ്പ്പോഴും നമുക്ക് സിസ്റ്റത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് വന്നേക്കാം എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ് എന്ന് പറയുന്നത്. അപ്പോൾ ബി വന്നിട്ട് തേർഡിലാണ് മാച്ച് ആവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിറ്റ്ഗൻസ്റ്റൈൻ ആണ്. നമുക്കറിയാം വിറ്റ്ഗൻസ്റ്റൈൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, അനലറ്റിക് ഫിലോസഫിയില്, ലാംഗ്വേജില് ഒക്കെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ട്രാക്ടസിലാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇൻവെന്റ് ചെയ്യുന്നത്. ലോജിക്കൽ പ്രൊപ്പോസിഷൻസിനെ എങ്ങനെ ട്രൂത്ത് ടേബിൾ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാം എന്ന് നോക്കിയതാണ് വിറ്റ്ഗൻസ്റ്റൈൻ. അപ്പോ സി വന്നിട്ട് 1 മാച്ച് ആവുന്നത്. റസൽ ആണ് ക്വാണ്ടിഫയർ കൊണ്ടുവന്നത്. റസലും ഫ്രിഗയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ക്വാണ്ടിഫയർ മോഡിഫൈ ചെയ്തെടുത്തത് എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. A4, B3, C1, D2. A4 എന്ന് പറയുമ്പോഴത്തേക്കും ലൈബനീസ് യൂണിവേഴ്സൽ കാൽക്കുലസ്, ഗോഡൽ വന്നിട്ട് ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ്, വിറ്റ്ഗൻസ്റ്റൈൻ വന്നിട്ട് ട്രൂത്ത് ടേബിൾ, റസൽ വന്നിട്ട് ക്വാണ്ടിഫയർ. ഇങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. A4, B3, C1, D2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗോട്ട്ലോബ് ഫ്രിഗെ, what is the primary distinction between sense and reference of a term?
അപ്പോൾ ഫ്രിഗയുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെൻസ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്ട് വൈൽ റെഫറൻസ് റെഫേഴ്സ് ടു ദ വേ ദ ഒബ്ജക്ട് ഇസ് പ്രസന്റ്. അവിടെ എന്താ പറയുന്നത്, സെൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഫിസിക്കൽ ഒബ്ജക്റ്റിനെയും റെഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ മൈൻഡിലേക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ അത് തെറ്റാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് മീനിങ് ആണെന്നും റെഫറൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ മീനിങ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതും കറക്റ്റ് ഉത്തരമല്ല. തേർഡ് വൺ എന്ന് പറയുന്നത് സെൻസ് ഇസ് ദ മോഡ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വൈൽ റെഫറൻസ് ഇസ് ദ ആക്ച്വൽ ഒബ്ജക്ട് ഇറ്റ്സെൽഫ്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഫ്രിഗയുടെ ആ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റിങ്ഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്, സെൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതും റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ വേൾഡിൽ കാണുന്ന ആക്ച്വൽ ഒബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെൻസ് ആൻഡ് റെഫറൻസ് ആർ ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പോ നോക്കാം. അപ്പോ ഓപ്ഷൻ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് തേർഡ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ സെൻസ് എന്ന് പറയുന്നത് എന്താണ്, മോഡ് ഓഫ് പ്രസന്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്, എങ്ങനെ നമ്മളിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത്. റെഫറൻസ് എന്ന് പറയുമ്പോൾ അതേ വേൾഡിലെ തന്നെ ആക്ച്വൽ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എടുക്കാവുന്നതാണ്. ഇപ്പോ ഇവിടെ വന്നിട്ട് ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് പ്ലാനറ്റ് വീനസ്, അവിടുത്തെ ആക്ച്വൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ആണ്. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു സെൻസ് ആണ് ഉണ്ടാകുന്നത്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്നത് എന്താണ്, ഓക്കെ അതൊരു മോർണിംഗ് അപ്പിയറൻസ്, മോർണിംഗിൽ വരുന്ന ഒരു കാര്യമാണ് ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കും. ഈവനിങ് സ്റ്റാർ എന്ന് പറയുമ്പോഴോ ഈവനിങ് അപ്പിയറൻസ് നമ്മൾ അതിന് കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാലും ഈവനിങ് സ്റ്റാർ എന്ന് പറഞ്ഞാലും ഒരേ കാര്യത്തെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. എന്തിനെയാണ്, വീനസിനെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ സെൻസ് എന്ന് പറയുന്ന എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ മൈൻഡിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതും റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന ഒബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഓണ്ടോളജിക്കൽ പൊസിഷനിങ് ഓഫ് ശ്രേയസ് ആൻഡ് പ്രേയസ് വിത്ത് റെഫറൻസ് ടു കഥോപനിഷത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കഥോപനിഷത്തിലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ശ്രേയസ് ആൻഡ് പ്രേയസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം, കഥോപനിഷത്തില് ശ്രേയസ് പ്രേയസ് എന്താണ് എന്ന് അറിയണം. അത് വന്നിട്ട് യമയും നാചികേതയും കൂടി നടത്തുന്ന ഒരു ഡയലോഗിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ശ്രേയസ് എന്ന് പറയുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം എൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മളെ ലിബറേഷനിലേക്ക് നയിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻഡാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അതേസമയം പ്രേയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാം തന്നെ ഇതിലാണ് വരുന്നത്, പ്രേയസിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ വൈസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രേയസ് ഓവർ ശ്രേയസ് ആണ്. അവിടെ വന്നിട്ട് പ്രേയസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ അതിനെന്തായാലും ഇമ്പോർട്ടൻസ് ആര് കൊടുക്കത്തില്ല, കഥോപനിഷത്തിൽ കൊടുക്കത്തില്ല. അപ്പോൾ പ്രേയസ് ഓവർ ശ്രേയസ് എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈദർ പ്രേയസ് നോർ ശ്രേയസ്, രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതും തെറ്റാണ്. മൂന്നാമത് വന്നിട്ട് ഈക്വൽ പൊസിഷനിങ് ഓഫ് ശ്രേയസ് ആൻഡ് പ്രേയസ്, ഇവിടെ വന്നിട്ട് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്, അതും ഓക്കെ അല്ല. ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് സുപ്രീമസി ഓഫ് ശ്രേയസ് ഓവർ പ്രേയസ്, നമ്മൾ പറഞ്ഞു ശ്രേയസിനാണ് അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത്, അതാണ് നമ്മളെ ലിബറേഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ശ്രേയസിന് സുപ്രീമസി കൊടുക്കുകയും പ്രേയസിന് ഒരു ഇൻഫീരിയോറിറ്റി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആൻഡ് ഇ ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് നോക്കാം. കഥോപനിഷത്തില് നേരത്തെ പറഞ്ഞ പോലെ യമ നാചികേത, യമ വന്നിട്ട് നാചികേതയോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ശ്രേയസിന്റെയും പ്രേയസിന്റെയും ഡിസ്റ്റിങ്ഷൻ. ശ്രേയസ് എന്ന് പറയുമ്പോൾ ഗുഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ എന്നുള്ളതാണ് അർത്ഥം. അവിടെ വന്നിട്ട് സ്പിരിച്വൽ സീക്കിങ്ങിനെയും നോളജിനെയും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലിബറേഷൻ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു എന്താ പറയാ
ഒരു പാത്തിനെയാണ് ശ്രേയസ് എന്ന് സൂചിപ്പിക്കുന്നത്. പ്രേയസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ വേൾഡ്ലി പ്ലഷേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസിയന്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് നമ്മളിൽ നശിച്ചു പോകുന്ന മൊമെന്റ്സ് ആണ് ഈ ഒരു പ്രേയസ് എന്ന് പറയുന്നത്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the correct sequence of proving validity of an argument through truth table method? ട്രൂത്ത് ടേബിൾ മെത്തേഡ് എന്ന് പറയുന്നത് ലോജിക്കിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു ട്രൂത്ത് ടേബിൾ മെത്തേഡ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ആർഗ്യുമെന്റിന്റെ എന്താണ് സീക്വൻസ്, കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് ഇവിടെ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന അസൈൻമെന്റ് ഓഫ് ട്രൂത്ത് വാല്യൂ അണ്ടർ കോളംസ്. അതെന്താണ്, ഇപ്പോ നമുക്കറിയാം ലോജിക്കൽ ട്രൂത്ത് ടേബിൾ വരുമ്പോൾ അതിൽ കൺജങ്ഷൻ ഉണ്ട്, ഡിസ്ജങ്ഷൻ ഉണ്ട്, മെറ്റീരിയൽ ഇക്വലൻസ് ഉണ്ട്, ഇങ്ങനെ പല രീതിയിൽ നമുക്കുണ്ട് എന്നറിയാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഏതാണോ ഇപ്പോൾ കൺജങ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ട്രൂത്ത് ടേബിൾ വരയ്ക്കും, അതിന് എന്ത് ചെയ്യാണ് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോളംസിന് ഉള്ളിൽ തന്നെ ട്രൂത്ത് വാല്യൂ, അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. തേർഡ് ഓപ്ഷൻ വന്നിട്ട് എക്സാമിനിങ് ദ റോസ് വേർ ദർ ആർ ടീസ് അണ്ടർ പ്രിമിസസ് ആൻഡ് എഫ് അണ്ടർ കൺക്ലൂഷൻ. എന്താണ്, ഏതിലൊക്കെയാണ് ടീസ് ഉള്ളത്, ഏതിലൊക്കെയാണ് എഫ് ഉള്ളത് എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്നതാണ് തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ട്രൂത്ത് വാല്യൂ ഓഫ് ദ പ്രിമിസസ് ആൻഡ് ദ കൺക്ലൂഷൻ. നമുക്കിപ്പോ കൺജങ്ഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോ നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിന്റെ ഇപ്പോ പി ക്യൂ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ആണെന്ന് വെച്ചോ, അതിന്റെ മൂന്നാമത്തെ കോളം എന്ന് പറയുന്ന പി ഡോട്ട് ക്യൂ എന്ന് പറയുന്നത് കൺജങ്ഷനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചു. അപ്പോ അവിടെ വന്നിട്ട് ആദ്യത്തെ ഇതില് എന്ത് വരും, പി എന്ന് പറയുന്നത് ട്രൂവും ക്യൂ എന്ന് പറയുന്നത് ട്രൂവും ആണെങ്കിൽ പി ഡോട്ട് ക്യൂ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എന്ത് എഴുതും, ഓട്ടോമാറ്റിക്കലി ട്രൂ എന്ന് എഴുതും. ഇനിയിപ്പോ അടുത്ത കോളത്തിൽ വന്നിട്ട് പിയില് ട്രൂവും ക്യൂല് ഫോൾസും ആണെന്നുണ്ടെങ്കിൽ പി ഡോട്ട് ക്യൂല് നമ്മൾ എന്ത് എഴുതും എന്നുള്ളതാണ് ഫോൾസ് എഴുതും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അസൈൻ ചെയ്തെടുക്കുന്ന പ്രിമൈസസും കൺക്ലൂഷനും അസൈൻ ചെയ്തെടുക്കുന്നതാണ് ഫോർത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉത്തരം നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. അതിന് തന്നെ നമുക്കൊരു ഇക്വേഷൻ കൂടിയുണ്ട്, 2n എന്നുള്ളതാണ്. നമ്മുടെ വേരിയബിൾ എത്രയുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് വേരിയബിൾ ആണ്, പി ക്യൂ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ആണെങ്കിൽ 2 എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ട് 4 കോളമാണ് അവിടെ അസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 4 റോസ് ആണ് അവിടെ അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അപ്പൊ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ട്രൂത്ത് വാല്യൂ അണ്ടർ കോളംസ്. ഇപ്പോൾ പിയില് ട്രൂ ആണെങ്കിൽ അങ്ങനെ, ക്യൂല് ഫോൾസ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രൂവും ഫോൾസും അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പി ക്യൂ അനുസരിച്ച് അടുത്ത ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതിലേക്ക് ട്രൂത്ത് വാല്യൂ അസൈൻ ചെയ്യുന്നത്, കാൽക്കുലേറ്റിംഗ് ട്രൂത്ത് വാല്യൂ ഓഫ് ദ പ്രിമിസസ് ആൻഡ് ദ കൺക്ലൂഷൻ എന്നുള്ളതാണ്. ഫോർത്ത് എന്ന് പറയുന്നത് ടോട്ടോളജി ആണോ കോൺട്രഡിക്ടറി ആണോ എന്ന് നോക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റോസിനെ എക്സാമിൻ ചെയ്യുന്നതാണ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിലെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഏത് വരും, ബി എ ഡി സി ആണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വന്നിട്ട് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫേഴ്സിനെയും അവരുടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാമനൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പാമനൈറ്റ്സ് ഈക്വൽ ടു പെർമനൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബീയിങ് ആണ്. ബീയിങ് എന്ന് പറയുന്നത് എന്താ, അൺചേഞ്ചിങ് ആണ്, റിയാലിറ്റി ആണ്, പെർമനന്റ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ അനാക്സിമാൻഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയാ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പിറോൺ ആണ്. എപ്പിറോൺ എന്ന് പറയുന്നത് എന്താണ്, ബൗണ്ട്ലെസ് മാറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ഹെറാക്ലീറ്റസ് എന്ന് പറയുമ്പോൾ ലോഗോസിനെയാണ് വരുന്നത്. അനാക്സഗോറസ് എന്ന് പറയുമ്പോൾ നോസ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ വന്നിട്ട് A3, B4, C സെക്കൻഡ്, D1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നോക്കാം, A3, B4, C സെക്കൻഡ്, D1.
ഓക്കെ, അപ്പോൾ പാമനൈറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ബീയിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. റിയാലിറ്റി എന്ന് പറയുന്ന വൺ ആണ്, എറ്റേണൽ ആണ്, അൺചേഞ്ചിങ് ആണ് എന്ന് പറയുന്നതാണ്. അനാക്സിമാൻഡർ വരുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു മൈലേഷ്യൻ ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം വന്നിട്ട് ബൗണ്ട്ലെസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു മാറ്ററിനെയാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിലൂടെ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനെ എപ്പിറോൺ എന്നുള്ള പേരിൽ അദ്ദേഹം വിളിച്ചു. ഇതിനെയാണ് അദ്ദേഹം ഒരു ഫണ്ടമെന്റൽ ഒറിജിൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആയിട്ട് അദ്ദേഹം ഈ ഒരു ബൗണ്ട്ലെസ് മാറ്ററിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഹെറാക്ലീറ്റസ് പറയുന്നത് എന്താണ്? ഇപ്പോൾ പാമനൈറ്റ്സിനെ നമ്മൾ പെർമനൻസിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഹെറാക്ലീറ്റസിനെ നമ്മൾ ചേഞ്ച് അല്ലെങ്കിൽ ഫ്ലെക്സിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നോ വൺ ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു ദ സെയിം വാട്ടർ ട്വൈസ് എന്താ അങ്ങനെ ഒരു കോട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്, നമുക്ക് ഒരേ വാട്ടറിൽ തന്നെ 2 തവണ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫേമസ് കോട്ട് ഹെറാക്ലീറ്റസ് പറയുന്നുണ്ട്. അപ്പോ അതില് എവറിത്തിങ് ഫ്ലോസ് എന്നുള്ള രീതിയിൽ എല്ലാം തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ ഒരു ഇതിലാണ് അദ്ദേഹം ലോഗോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരികയും അതിനെ കോസ്മോസിന്റെ ഗവേണിംഗ് ഓർഡർ ആയിട്ട് പറയുകയും ചെയ്തത്. ഇനി അടുത്ത അനാക്സഗോറസ് നോക്കുമ്പോൾ നോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോസ് എന്ന് പറയുമ്പോൾ മൈൻഡ് അല്ലെങ്കിൽ ഇന്റലക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു കോസ്മിക് ഇനിഷ്യേറ്റർ ആയിട്ടാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്. Then next question എന്ന് പറയുന്നത് which of the following is the most appropriate definition of സത്യാഗ്രഹ? സത്യാഗ്രഹ എന്ന് പറയുന്ന വേർഡിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന വെൽക്കമിങ് ദ ട്രൂത്ത് ആണ്. അതായത് ട്രൂത്തിനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളത്. അത് ഓക്കെ ആണ്, പക്ഷെ അതല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്ന. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അബോർഡ് ഓഫ് ദ ട്രൂത്ത്, അതും ഓപ്ഷൻ അല്ല, കറക്റ്റ് ഓപ്ഷൻ അല്ല. തേർഡ് വൺ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റിങ് ദ ട്രൂത്ത്, അതും വന്നിട്ട് ശരിയല്ല. ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിഞ്ചിങ് ഓൺ ടു ദ ട്രൂത്ത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സത്യാഗ്രഹ എന്ന് പറയുന്നത് നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഫിലോസഫിയിലെ ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആണ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. അത് 2 സാൻസ്ക്രിറ്റ് വേർഡ്സിൽ നിന്നാണ് അറൈവ് ചെയ്തിട്ടുള്ളത്. സത്യ എന്ന് പറയുമ്പോൾ ട്രൂത്ത്, ആഗ്രഹ എന്ന് പറയുമ്പോൾ ഫേംനെസ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഫേംലി ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്കറിയാം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ലിറ്ററലി അവിടെ വരുന്ന മീനിങ് എന്താണ്? ആ ഒരു അഡ്ഹറൻസ് ടു ട്രൂത്ത് അല്ലെങ്കിൽ ക്ലിഞ്ചിങ് ടു ദ ട്രൂത്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് ഏതാണ്? ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ദ മൂഡ്സ് ഇൻ ദ ഫസ്റ്റ് ഫിഗർ ഇസ് വാലിഡ് ഇൻ അരിസ്റ്റോട്ടിലിയൻ സിലജിസം? ഇതും അഗെയിൻ ലോജിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അരിസ്റ്റോട്ടിലിയൻ സിലജിസത്തിൽ വരുന്ന ഫസ്റ്റ് ഫിഗറിലെ മൂഡ്സിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മൂഡ്സ് നമ്മൾ ആദ്യത്തെ കുറച്ച് ഫിഗേഴ്സിന്റെ പഠിച്ചു വെച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോ ഇതില് നോക്കുമ്പോൾ ബാർബറ, സെലാറന്റ്, ഡാരി, ഫെറിയോ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇത് വരുന്നത് ഫസ്റ്റ് ഫിഗറിലെ മൂഡ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നിങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ബാർബറ എന്ന് പറയുമ്പോൾ എ എന്നുള്ള എന്താണ് മൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. സെലാറന്റ് എന്ന് പറയുമ്പോൾ EAE, ഡാരി എന്ന് പറയുമ്പോൾ AII, ഫെറിയോ എന്ന് പറയുമ്പോൾ EIO. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിനെയും കൂടി കൊടുത്തിട്ടുണ്ട്. സെസാരെ, കമാസ്ട്രസ്, ഫെസ്റ്റിനോ, ബറോക്കോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫിഗർ, അടുത്തതെന്ന് പറയുന്ന തേർഡ് ഫിഗറും ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ഫോർത്ത് ഫിഗറും ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ തന്നെ സെസാരയില് നമ്മൾ ക്വസ്റ്റനിൽ നോക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സെസേരെ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. EEE എന്നുള്ള ഓപ്ഷനിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന EAE എന്നുള്ള പ്രൊപ്പോസിഷനിലാണ് വരുന്നത്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഫിലോസഫേഴ്സിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കോൺസെപ്റ്റ് പോലെ നമുക്ക് പറയാം വേണമെങ്കിൽ. അപ്പൊ നോക്കാം, കൺസൈൻസ് ഈസ് അവർ ഓൺ ഒപ്പീനിയൻ ഓഫ് അവർ ഓൺ ആക്ഷൻസ്. ഇതാരാ പറഞ്ഞതെന്ന് നോക്കാം. ഇത് വന്നിട്ട് ലോക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപിരിസിസ്റ്റ് ആണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നത് എന്താണ്? കൺസൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൻസ് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഐഡിയാസ്, അതിൽ നിന്ന് നമ്മൾ അവെയർ ആയി കിട്ടുന്ന ഒപ്പീനിയനിലൂടെയാണ് ഈ ഒരു കൺസൈൻസ് ഫോം ചെയ്യുന്നത് എന്നാണ് ലോക്ക് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോക്കുമായിട്ട് മാച്ച് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഓൾ വി സീ ഹിയർ ആൻഡ് ഫീൽ ഇസ് ബട്ട് എ ഫാൻറ്റം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഫീൽ ചെയ്യുന്നതും എല്ലാം തന്നെ ഫാൻറ്റം ആണ് എന്ന് പറയുന്നത്. ഫാൻറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ലാക്ക് ചെയ്യുന്ന ഒന്നിനെയാണ് ഫാൻറ്റം എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ഇലൂഷൻ എന്ന് നമുക്ക് പറയാം. അത് വന്നിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ബെർക്ക്ലി ആണ്. ബെർക്ക്ലി എന്ന് പറയുന്നത് നമുക്കറിയാം സബ്ജക്റ്റീവ് ഐഡിയലിസ്റ്റ് ആണ്. അപ്പോൾ ഐഡിയലിസത്തിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മെറ്റീരിയൽ വേൾഡിലെ ആ ഒരു എക്സിസ്റ്റൻസിനെക്കാട്ടിലും മൈൻഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്. ഫിസിക്കൽ വേൾഡിൽ എല്ലാം പെർസീവ് ചെയ്യുന്നത്, അതിനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്ന ആളാണ് ബെർക്ക്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ബെർക്ക്ലി ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് റിലീജിയൻസ് ആർ എനിത്തിങ് ബട്ട് സിക്ക് മെൻസ് ഡ്രീം. ഇത് വന്നിട്ട് ഹ്യൂമിന്റെ സ്കെപ്റ്റിസിസം ആണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഹ്യൂം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ഡൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് റിലീജിയൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ മാനിന്റെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ്. അതായത് ഇപ്പോ ഫിയർ ആകാം, ഹോപ്പ് ആകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു സൂപ്പർസ്റ്റിഷൻ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ കാര്യം വന്നത് എന്ന് പറയുന്ന സ്കെപ്റ്റിസിസത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതപ്പോ ഹ്യൂം ആണ്. ദെൻ ഡി എന്ന് പറയുന്ന ഇഫ് ദർ ഈസ് നോ ഗോഡ് വി ഷുഡ് ഹാവ് ടു ഇൻവെന്റ് വൺ. അത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇത് വോൾട്ടെയർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് ക്യാൻ ഡു ആയിട്ടാണ് ഇത് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. എ സെക്കൻഡ്, B1, C4, D3. നോക്കാം. എ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലോക്ക്, ബി എന്ന് പറയുമ്പോൾ ബെർക്ക്ലി, സി എന്ന് പറയുമ്പോൾ ഹ്യൂം, ഡി എന്ന് പറയുമ്പോൾ കാന്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എ സെക്കൻഡ്, B1, C4, D3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ നോക്കാവുന്നതാണ്. താങ്ക് യു.